എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ സിഡർ എന്ന പേരുള്ള ഒരു പൈററ്റ് ടീമിനെ കാണിക്കും. അതിന്റെ മെയിൻ ക്യാപ്റ്റൻ ആണെങ്കിൽ ഇപ്പൊ നമ്മുടെ ആൾക്കാരുടെ കപ്പലിനെ ഫോളോ ചെയ്യുകയാണ്. ആ സിഡർ പൈററ്റിന്റെ പ്രധാനപ്പെട്ട ജോലി മറ്റു പൈററ്റ്സിനെ കണ്ടെത്തി നേവിക്കാർക്ക് ഏൽപ്പിക്കുക, അവരുടെ ബൗണ്ടി അത് സ്വന്തമാക്കുക. അതുപോലെ തന്നെ പൈററ്റ്സ് അത്രയും കാലവും കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന അവരുടെ പണവും അസറ്റ്സും അതെല്ലാം തന്നെ സ്വന്തമാക്കുക. അവനാണെങ്കിൽ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ഇത് സ്ട്രോഹാർട്ട് ടീമിന്റെ കപ്പലാണെന്ന്. അവൻ നല്ല സ്പീഡിൽ കപ്പൽ മുൻപോട്ടേക്ക് എടുത്ത് ഇപ്പൊ നമ്മുടെ ആൾക്കാരെ ചേസ് ചെയ്യും. അതിനുശേഷം കപ്പലിനെ റോക്കറ്റ് ലോഞ്ചറൊക്കെ വെച്ച് അച്ചറം പൊച്ചറ അറ്റാക്ക് ചെയ്യുകയാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് നമ്മുടെ ആൾക്കാരെ കാണിക്കും. ഫ്രാങ്കി ആണെങ്കിൽ കപ്പൽ നല്ല രീതിയിൽ ബൂസ്റ്റൊക്കെ ഉപയോഗിച്ച് മുൻപോട്ടേക്ക് പറപ്പിച്ചു വിടും. അവരാണെങ്കിൽ വിട്ടുകൊടുക്കാതെ ഒരു ചെറിയ വെപ്പനൊക്കെ ഉപയോഗിച്ച് അവരെ തിരികെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ രണ്ട് ടീമും വമ്പൻ ആയുധങ്ങളൊക്കെ എടുത്ത് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും നിർത്താതെ അറ്റാക്ക് ചെയ്ത് മുൻപോട്ടേക്ക് പോയിക്കൊണ്ടേയിരിക്കും. നമ്മുടെ ആൾക്കാർ കപ്പല് നല്ല സ്പീഡിൽ മുൻപിലേക്ക് കൊണ്ടുവരുമ്പോഴായിരിക്കും അവരുടെ മുൻപിലായി ആ വില്ലന്മാരുടെ മറ്റൊരു കപ്പല് അങ്ങനെ കടന്നു വരുന്നതായിട്ട് കാണുക. രണ്ട് കപ്പലുകളും ചേർന്ന് പുറകിൽ നിന്നും മുൻപിൽ നിന്നും റോക്കറ്റ് ലോഞ്ചേഴ്സ് അയക്കും. ലോഞ്ചേഴ്സ് അങ്ങനെ ക്ലോസ് തന്നെ താമസം ഫ്രാങ്കി ബൂസ്റ്റർ ഉപയോഗിച്ച് കപ്പൽ അങ്ങനെ ഫ്ലൈ ചെയ്യിപ്പിച്ചെടുത്ത് മറ്റൊരു ദിശയിലൂടെ ഡൈവേർട്ട് ചെയ്ത് അങ്ങനെ പറപ്പിച്ചു വിടും. ആ രണ്ട് റോക്കറ്റ് ലോഞ്ചേഴ്സും ആ വില്ലന്മാരുടെ കപ്പലുകളിൽ ആഞ്ഞെട്ടിച്ച് ആ കപ്പലുകൾ രണ്ടും അവിടെ തകരുകയാണ്. നമ്മുടെ ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് മിസ്സിന് അവരുടെ അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെട്ടു കഴിഞ്ഞു. പക്ഷെ എന്താ, തൗസൻഡ് സണ്ണി കപ്പലിന് ഒരുപാട് ഇടപാടുകളൊക്കെ സംഭവിച്ചിരിക്കുകയാണ്. നാമി തീർത്തു പറയും അവരൊരു സാധാരണക്കാരായ പൈററ്റ്സ് അല്ല. മോസ്റ്റ് മോഡേൺ വെപ്പൻസും ടെക്നിക്സ് ഒക്കെ ഉപയോഗിച്ചാണ് അവറ്റകൾ നമ്മളെ അറ്റാക്ക് ചെയ്തത്. അതുകൊണ്ടാണ് കപ്പലിന് ഇത്രയധികം പ്രശ്നങ്ങൾ സംഭവിച്ചത്. എത്രയും വേഗം കപ്പലിനെ റിപ്പയർ ചെയ്തിട്ടില്ല എങ്കിൽ കപ്പൽ പൂർണ്ണമായിട്ടും തകരും. നമ്മുടെ ആൾക്കാരാണെങ്കിൽ അടുത്ത ഏതെങ്കിലും ഒരു ഐലാൻഡ് ഉണ്ടോ ചെക്ക് ചെയ്യും. അപ്പൊ ദൂരത്തായിട്ട് ഒരു വലിയ മലനിരകൾ കാണുകയാണ്. അത് കാർബണേറ്റ് വാട്ടർ ഫില്ലായിട്ട് കിടക്കുന്ന ഒരു മലനിരയാണ്. അവർ കപ്പൽ അവിടേക്ക് അടുപ്പിച്ച് കപ്പലിന്റെ റിപ്പയർ വർക്ക്സ് അത് ചെയ്യാനായിട്ട് ശ്രമിക്കും. അത് മാത്രമല്ല, ആ ഒരു ഭാഗത്ത് ഇഷ്ടം പോലെ കോള ഉണ്ടാവുമെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. അവരുടെ കപ്പലിൽ ഉണ്ടായിരുന്ന കോള അത് മുഴുവൻ തീർന്നിരിക്കുകയാണ്. ഇനിയും ആ വില്ലന്മാർ പുറകെ വന്നാലോ യുദ്ധം ചെയ്താലോ അവർക്ക് രക്ഷപ്പെടണമെങ്കിൽ കോള ആവശ്യമാണ്. സോ അത് കണ്ടെത്താനായിട്ട് ചോപ്പർ ആൻഡ് ടീം ശ്രമിക്കും. ലൂഫി ആണെങ്കിൽ ഇപ്പൊ നാമിയോട് ക്യാഷ് ചോദിക്കും. നാമി ക്യാഷ് തായോ, ഞാൻ എത്രയും വേഗം കോളയായിട്ട് വരാന്ന് പറഞ്ഞ് അവൻ അങ്ങനെ നടന്നു പോകും. നാമിക്കാണെങ്കിൽ നന്നായിട്ട് അറിയാം ലൂഫി പോയാ എന്താ സംഭവിക്കാന്ന്. പക്ഷെ വേറെ വഴിയില്ലാതെ അവന്റെ നിർബന്ധത്തിന് വഴങ്ങി അവളാണെങ്കിൽ ഒരു ബോട്ടിലും കോള വാങ്ങാനുള്ള പണവും ലൂഫിയുടെ കയ്യിൽ ഏൽപ്പിക്കും. അങ്ങനെ നമ്മുടെ ചെക്കൻ ഹാപ്പി ആയിട്ട് കോള വാങ്ങാൻ നടന്നു പോവാണ്. ലൂഫി അല്പദൂരം നടന്ന് മുൻപോട്ടേക്ക് വരുമ്പോഴേക്കും ഒരു വയസ്സായ ലേഡി അവന്റെ മുൻപിലേക്ക് വരും. ഹേയ്, നിനക്ക് ആവശ്യം കോള ആണോ? എന്റെ കയ്യിലുള്ള പണം അത് എനിക്ക് തരുവാണെങ്കിൽ അത്രയും ദൂരം പോവാതെ തന്നെ നിനക്ക് ആവശ്യമായിട്ടുള്ള കോള അത് ഞാൻ നിനക്ക് തരാം. ആ ലേഡി ആണെങ്കിൽ ഒരു ബോട്ടിൽ കോല അവന് നേരെ നീട്ടുകയാണ്. ഇതിന് വെറും 150 ബെറീസ് മാത്രമേ ഉള്ളൂ. അതിന് ലൂഫി പറയും, അയ്യോ ഇല്ല, ഞങ്ങൾക്ക് ഇത്രയും കോള അത് പോരാ, ഒരു ബാരൽ നിറയെ കോള ആവശ്യമായിട്ടുണ്ട്. ഈ കുപ്പി ഞാൻ കയ്യിലെടുത്തത് എനിക്ക് കുടിക്കാൻ ഒരല്പം കോള കയ്യിൽ കരുതാനാണ്. അതിനാൽ ലേഡി ആണെങ്കിൽ ദൂരത്തായിട്ടൊരു ഫാക്ടറി അത് ചൂണ്ടിക്കാണിക്കും. നിനക്കൊരു ബാരൽ നിറയെ കോള വേണമെങ്കിൽ ആ ഫാക്ടറിയിൽ നിന്ന് വാങ്ങാം. പക്ഷേ ഒരു ചെറിയ കുഴപ്പമുണ്ട്, അവിടെ ബോയ്സ് അലൗഡ് അല്ല, ഗേൾസിന് മാത്രമേ അവിടെ കോല വാങ്ങാനായിട്ട് പോവാൻ കഴിയൂ. പക്ഷെ ലൂഫി ആണെങ്കിൽ അത് മൈൻഡ് ചെയ്യാതെ മുൻപോട്ടേക്ക് ആ ഫാക്ടറി ലക്ഷ്യമാക്കി നടന്നു പോകും. ദൂരത്തു നിന്ന് തന്നെ ആ ഫാക്ടറിയിലുള്ളവര് ലൂഫിയെ തിരിച്ചറിയാണ്. അടുത്ത നിമിഷം ആ ഫാക്ടറിയിലുള്ളവര് വലിയൊരു പടയായി അവിടേക്ക് പാഞ്ഞടുക്കും. അതിനുശേഷം ലൂഫി അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. ലൂഫി ആണെങ്കിൽ അവരെ സൂക്ഷിച്ചൊന്ന് നോക്കും. അത് മറ്റാരുമല്ല, കടലിൽ വെച്ച് അവർ അറ്റാക്ക് ചെയ്ത അതേ ടീം തന്നെയാണ്. ആ ജിഞ്ച അവൻ ഞൊടിയിടയിൽ എന്തോ ഒരു വെപ്പൻ ഉപയോഗിച്ച് ലൂഫി അറ്റാക്ക് ചെയ്യാണ്. ആ ഒരു അറ്റാക്കില് ലൂഫി അങ്ങനെ തെറിച്ചുപോയി അടിച്ചു വീഴും. ലൂഫി ആ ഒരു അറ്റാക്കിൽ തെറിച്ചുപോയി ഒരു കുഴിയിലേക്ക് വീഴുകയാണ്. അവൻ അതിലൂടെ ഒഴുകി, ലൂഫി ആണെങ്കിൽ അതിലൂടെ ഒഴുകി ദൂരേക്ക് പോവും. അത് വെറും വെള്ളമല്ല, കാർബണേറ്റ് വാട്ടർ ആണ്. കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് ഒരു ചുന്ദരിയായ പെണ്ണ് ഒരു സ്വിമ്മിംഗ് പൂളിൽ കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. ലൂഫി ആ കുഴിയിലൂടെ ഒലിച്ചു വന്ന് ഇപ്പൊ ആ പെണ്ണ് കുളിക്കുന്ന സ്വിമ്മിംഗ് പൂളിലേക്ക് അങ്ങനെ അടിച്ചു വീഴും. ലൂഫി ആ പെൺകുട്ടിയെ കണ്ട് ഷോക്കാവും. ആ പെൺകുട്ടിയാണെങ്കിൽ ലൂഫിയെ കണ്ട് ഡബിൾ ഷോക്കാവും. ആ പെൺകുട്ടി മറ്റാരുമല്ല, സാക്ഷാൽ ഹാൻകോക്ക്. കട്ട് ചെയ്ത ലൂഫി ആണെങ്കിൽ ബോവ ഹാൻകോക്കിനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ആ കാര്യം അറിഞ്ഞ മറ്റൊരു ലേഡി, അവളാണെങ്കിൽ അവളുടെ തലവനായിട്ടുള്ള ആ ബൗണ്ടി ഹണ്ടർ സിഡൻ അവന്റെ അടുത്ത് ഈ കാര്യങ്ങൾ പറയുകയാണ്. അവനാണെങ്കിൽ അത് കേട്ട് ഭയങ്കര സന്തോഷം. ഇതാണ് പറ്റിയ അവസരം, ആ ബോവ ഹാൻകോക്കിനെയും ലൂഫിയെയും അവരെ രണ്ടുപേരെയും നമുക്ക് കൊല്ലണം. അതല്ല എങ്കിൽ ബോവ ഹാൻകോക്കിനെ കൊന്നത് അത് ലൂഫിയാണെന്ന് നമുക്ക് വരുത്തി തീർക്കണം. കാരണം അവളൊരു വാരലോടാണ്. അവളെ കൊന്നത് ആരാണെന്ന് അറിഞ്ഞാൽ വലിയ രീതിയിൽ പണിഷ്മെന്റ് കിട്ടും. ആദ്യം നമുക്ക്
ഹാൻകോക്കിനെ കൊന്നുകളയണം. അതിനുശേഷം ലൂഫിയെ കൊന്ന് ഹാൻകോക്കിനെ കൊന്ന ലൂഫിയെ നമ്മൾ കൊന്നു എന്ന് വരുത്തി തീർക്കണമെന്ന് പറഞ്ഞ് അവനങ്ങനെ ടെററായിട്ട് ചിരിക്കും. കട്ട് ചെയ്താ ഇവിടെ ലൂഫിയെയും ഹാൻകോക്കിനെയും കാണിക്കും. അവരാണെങ്കിൽ ഹാപ്പി ആയിട്ട് സ്വിമ്മിംഗ് പൂളിൽ കുളിക്കുകയാണ്. ഹാൻകോക്ക് ലൂഫിയോട് ചോദിക്കും, ഒരുപാട് ദിവസത്തിന് ശേഷം നീ വീണ്ടും എന്നെ കാണാനായി എത്തിയല്ലേ, നിനക്കെന്നെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നോ? ലൂഫി ആണെങ്കിൽ ക്യാഷ്വലായിട്ട് പറയും, അയ്യോ ഇല്ല, ഞാൻ ഇവിടേക്ക് വന്നത് കോല വാങ്ങാനാണ്, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഞാൻ നിന്നെ കണ്ടതെന്ന് പറയും. ഹാൻകോക്ക് ആണെങ്കിൽ ചെറുതായിട്ട് ഒന്ന് ചമ്മിപ്പോവും. പക്ഷേ അവളത് പുറത്ത് കാണിക്കാതെ കഷ്ടപ്പെട്ട് കൊഞ്ചി കുറുവി അവൻ്റെ അടുത്ത് അങ്ങനെ നിൽക്കുകയാണ്. അതേസമയം ലോങ് ഷോട്ടിലായിട്ട് ആ പൈററ്റ് ഹണ്ടറിന്റെ അസിസ്റ്റൻസ് അവർ ഒരുപാട് വെപ്പൻസ് ഒക്കെ ആയിട്ട് ഹാൻകോക്കിനെ അങ്ങനെ പോയിന്റ് ചെയ്യാണ്. പക്ഷെ അടുത്ത നിമിഷം ഹാൻകോക്കിന്റെ ലേഡി കാവൽക്കാര് അവരവിടേക്ക് ചാടി വീണ് ആ വില്ലന്മാരെ അടിച്ച് ഓടിക്കുകയാണ്. നിങ്ങൾക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ ലേഡി ഹാൻകോക്കിനെ അവളെ കൊല്ലാൻ ശ്രമിക്കും ചോദിച്ച് അവരെ എല്ലാവരെയും ആൾക്കാർ ലേഡീസ് അങ്ങനെ തല്ലി ഓടിക്കും. ഇവിടെ വില്ലന്മാരാണെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് ലേഡി ഹാൻകോക്കിന്റെ അടുത്തേക്ക് വരും. ലൂഫി ആണെങ്കിൽ അവരുടെ അറ്റാക്ക് അവളുടെ ദേഹത്ത് കൊള്ളാതിരിക്കാനായിട്ട് അവന്റെ ബോഡി ചൈൻഡാക്കി മാറ്റി ബുള്ളറ്റ്സ് എല്ലാം അവന്റെ ബോഡി ഉപയോഗിച്ച് പ്രിവെന്റ് ചെയ്യാണ്. ഹാൻകോക്കിന് അത് കണ്ട് കൺട്രോൾ പോവും. നിങ്ങൾക്ക് അത്ര ധൈര്യം ഉണ്ടെങ്കിൽ ഒരു ലേഡി അവര് കുളിക്കുന്ന സമയം ഇവിടേക്ക് വരും, ഒരു കാരണവശാലും നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് അവരെ എല്ലാവരെയും കല്ലാക്കി മാറ്റും. ആ മെയിൻ വില്ലനാണെങ്കിൽ ഇപ്പൊ ഒരു പോയിസൺ ഗ്യാസ് അതങ്ങനെ സ്പ്രെഡ് ചെയ്യാണ്. അത് കണ്ട നമ്മുടെ ലൂഫി അവൻ ചാടി വന്ന് ലേഡി ഹാൻകോക്കിനെ സേഫ് ചെയ്ത് ഒരു ഭാഗത്തേക്ക് കൊണ്ടുവരും. അവൾക്കാണെങ്കിൽ ഭയങ്കര ഹാപ്പി, അവൾ തുള്ളിച്ചാടും. വാവ്, ഗോഹാഡ് ലൂഫി അവൻ്റെ ലൈഫ് സേവ് ചെയ്തു, അവൻ എന്നോട് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞ് അവളങ്ങനെ ഹാപ്പി ആവുകയാണ്. അതേസമയം മറ്റൊരു ഭാഗത്താണെങ്കിൽ ആ ഒരു പെണ്ണ് അവളാണെങ്കിൽ കറക്റ്റായി നമ്മുടെ ആൾക്കാരുടെ ലൊക്കേഷനൊക്കെ മനസ്സിലാക്കി അത് അവളുടെ ആൾക്കാർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. മെയിൻ വില്ലനാണെങ്കിൽ ഇപ്പൊ ടെററായിട്ട് പറയും, ഓക്കെ കുഴപ്പമില്ല, അടുത്തതായിട്ട് ഞാൻ തന്നെ ഡയറക്റ്റ് കളത്തിലിറങ്ങും, അവർ രണ്ടുപേരെയും കൈകൊണ്ട് ഞാൻ കൊന്നുകളയുമെന്ന് പറഞ്ഞ് അവൻ അവിടുന്ന് എഴുന്നേറ്റ് വരികയാണ്. കട്ട് ചെയ്ത ഇവിടെ ലൂഫി അവനാണെങ്കിൽ ഹാൻകോക്കിന്റെ സിസ്റ്റേഴ്സിനെ കുറിച്ചും അവളുടെ അസിസ്റ്റൻസിനെ കുറിച്ചും ആലോചിക്കും. കാരണം അവരെല്ലാവരും ആ പോയിസൺ ഫോഗിൽ പെട്ടുപോയിരിക്കുകയാണ്. പക്ഷെ ഹാൻകോക്കിന് മാത്രം അതിൽ യാതൊരു ഫീലിങ്സും ഇല്ല. അവളെ ലൂഫി സേവ് ചെയ്തതിൽ മാത്രമാണ് അവൾക്ക് ആനന്ദവും സന്തോഷവും. ലൂഫി ആണെങ്കിൽ ഇപ്പൊ അവളോട് ക്ഷമ പറയും, ആക്ച്വലി ഞാൻ കാരണമാണ് ഇതൊക്കെ ഉണ്ടായത്. അതിനവള് പറയും, ഒരിക്കലുമില്ല, സത്യത്തിൽ നിന്നെ കാണാൻ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ്, ഇനി പൈററ്റ് ഫെസ്റ്റിവലിനന്ന് മാത്രമേ നിന്നെ കാണാൻ കഴിയൂ എന്നാണ് ഞാൻ കരുതിയത്. ലൂഫിക്കാണെങ്കിൽ പൈററ്റ് ഫെസ്റ്റ് അതെന്താണെന്ന് അറിയില്ല. ഉടനെ ലേഡി ഹാൻകോക്ക് അവൾ പൈററ്റ് ഫെസ്റ്റിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് ലൂഫിക്ക് പറഞ്ഞു കൊടുക്കും. ആക്ച്വലി പൈററ്റ്സ് എല്ലാവരും ചേർന്ന് പങ്കെടുക്കുന്ന ഒരു ഫെസ്റ്റിവൽ, അതാണ് യഥാർത്ഥത്തിൽ പൈററ്റ് ഫെസ്റ്റ്. ഗവൺമെന്റ് റൂൾസ് ഇല്ലാത്ത ഒരു സ്ഥലം നോക്കിയായിരിക്കും അവര് ഈ ഫെസ്റ്റിവലിന് വേണ്ടി തെരഞ്ഞെടുക്കുക. മാത്രമല്ല വർഷത്തിൽ 1-2 തവണ മാത്രമായിരിക്കും ഈ ഫെസ്റ്റിവൽ. 10 മില്യൺ ബെറീസിന്റെ അവിടേക്ക് എത്തുന്ന പൈററ്റ്സ് അവർ അൺലിമിറ്റഡ് ആണ്. ലൂഫിക്കാണെങ്കിൽ അത് കേട്ട് ഭയങ്കര എക്സൈറ്റ്മെന്റ്. തീർച്ചയായിട്ടും എനിക്കും ആ ഫെസ്റ്റിവലിൽ പങ്കെടുക്കണം എന്ന് പറഞ്ഞ് അവനങ്ങനെ ഹാപ്പി ആയിട്ട് നിൽക്കും. പക്ഷെ അടുത്ത നിമിഷം ആ സിഡർ വില്ലൻ അവൻ അവിടേക്ക് ചാടി വീഴാണ്. നമ്മുടെ ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് മിസ്സിന് അവന്റെ അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെടും. പക്ഷെ അവൻ വീണ വീഴ്ചയുടെ ഇമ്പാക്റ്റിൽ ഇവിടെ വലിയൊരു തുരങ്കം തന്നെ ക്രിയേറ്റ് ആവുകയാണ്. ആ വില്ലനാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ആൾക്കാരോട് പറയും, ഞാനൊരു ബൗണ്ടി ഹണ്ടറാണ്, എൻ്റെ കൂടെ ഉള്ളവരെല്ലാവരും ബൗണ്ടി ഹണ്ടേഴ്സ് ആണ്, നിങ്ങൾ രണ്ടുപേരും ഞങ്ങൾക്ക് കിട്ടിയ ലോട്ടറി ആണെന്ന് പറഞ്ഞ് അങ്ങനെ ഹായ് ആയിട്ട് നിൽക്കും. ലൂഫി ആണെങ്കിൽ അപ്പോഴും ഒരു ക്യാഷ്വൽ ആയിട്ട് കോള ഉണ്ടോ എന്ന് ചോദിക്കും. അതിന് അവൻ വണ്ടർ അടിച്ച് ലൂഫിയെ തന്നെ നോക്കും. വില്ലനാണെങ്കിൽ അവന്റെ കൈയൊക്കെ ചുരുട്ടി ഇപ്പൊ ലൂഫിക്ക് നേരെ പാഞ്ഞടുക്കുകയാണ്. അതിന് ലൂഫി അവന്റെ 2 കൈയിലും ഹോക്കി പവർ കൊണ്ടുവന്ന് അവന്റെ പഞ്ച് പ്രിവെന്റ് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.